കെപിസിസി പുനഃസംഘടനയിൽ ഏറ്റുമുട്ടി നേതാക്കൾ. ജംബോ പട്ടികയിൽ കൂടുതൽ പേരെ വീണ്ടും ഉൾപ്പെടുത്താൻ ആലോചന. തിരുവനന്തപുരത്ത് ഡിസിസി അധ്യക്ഷ പദവി രാജിവെക്കാൻ ഉറച്ച് എൻ ശക്തൻ. ശക്തനുമായി നേതാക്കൾ ചർച്ച നടത്തി. ശരത് ചന്ദ്ര പ്രസാദിന് ഡിസിസി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകാനും ധാരണയായി. കെപിസിസി പുനഃസംഘടന സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാനാണ് നേതാക്കളുടെ തിരക്കിട്ട നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി ജംബോ പട്ടികയിൽ കൂടുതൽ പേരെ വീണ്ടും ഉൾപ്പെടുത്താനും ആലോചനയുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് ഡിസിസി അധ്യക്ഷ പദവി രാജിവെക്കുമെന്ന ഉറച്ച നിലപാടിലാണ് എൻ ശക്തൻ. ശക്തനുമായി നേതാക്കൾ ചർച്ച നടത്തി. പുതിയ ഫോർമുല നേതാക്കൾ മുന്നോട്ട് വച്ചു. ശക്തനെ വീണ്ടും കെപിസിസി വൈസ് പ്രസിഡന്റാക്കും. മുതിർന്ന നേതാവും നിലവിലെ കെപിസിസി വൈസ് പ്രസിഡന്റുമായ ശരത് ചന്ദ്ര പ്രസാദിന് ഡിസിസി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകാനാണ് ധാരണ. എന്നാൽ സ്ഥിരം അധ്യക്ഷനായി ചെമ്പഴന്തി അനിലിനെ തീരുമാനിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിർദ്ദേശം മുതിർന്ന നേതാക്കൾ തള്ളി. ചെമ്പഴന്തി അനിലിനെ അംഗീകരിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് എ ഗ്രൂപ്പുകളും കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളും. മാത്രമല്ല, തലസ്ഥാനത്തെ കെ.സി. വിഭാഗം നേതാവായ മണക്കാട് സുരേഷും ചെമ്പഴന്തി അനിലിനെ പരിഗണിക്കുന്നതിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കെപിസിസി സെക്രട്ടറിമാരുടെ പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ വിവാദങ്ങൾക്കിടയിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെ പരിഹസിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ടാലന്റ് ഹണ്ട് നാഷണൽ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചാണ്ടി ഉമ്മനെ അഭിനന്ദിച്ചാണ് പോസ്റ്റ്. മറിയാമ്മ ഉമ്മനും മറിയയും ചാണ്ടി ഉമ്മനും ഒന്നിച്ച് ഇരുന്ന് ചിരിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.